അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയ വിഷമത്തിലാണ് ഷമ്മാസ്. പടച്ച റബ്ബേ, എത്ര സൂക്ഷ്മതയോടെയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ മനസ്സിലേക്ക് ഒരു പെണ്ണ് കയറി വന്നു എന്നത് ശരി തന്നെയാണ്. അത് പടച്ച റബ്ബേ ഒന്നും കണ്ടിട്ടല്ല, ഒന്നും ആഗ്രഹിച്ചിട്ടുമല്ല, ഒന്നും മോഹിച്ചിട്ടുമല്ല. അവളുടെ ആ ഒരു വസ്ത്രധാരണ രീതി അതെന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി. ഈ ഒരു കാലഘട്ടത്തിലും ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ അവളെക്കുറിച്ച് അറിയാൻ വല്ലാത്ത ആകാംക്ഷയായിരുന്നു. പിന്നീടാണ് ഷിഫ എന്നോട് എല്ലാം പറഞ്ഞത്. അള്ളാഹുവേ, ഒരിക്കലും തെറ്റായ രീതിയിൽ അവളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തണം എന്നുള്ള ഒരാഗ്രഹം മാത്രമായിരുന്നു എനിക്ക്. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തേക്കായിക്കൊണ്ട് തന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ അതേ നാട് മുഴുവൻ പരത്തി അവൻ. ഹേയ്, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രക്കും അപവാദങ്ങൾ എന്നെയും ഹിജാബിയെയും കുറിച്ച് നാട് മുഴുക്കെ പരത്തി നടന്ന അവനെ വെറുതെ വിടുന്നതിൽ ഒരർത്ഥവുമില്ല. എണ്ണി എണ്ണി ചോദിക്കണം. എല്ലാം ഞാൻ ക്ഷമിക്കാറാണ് പതിവ് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ. പക്ഷേ ഇതൊരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അവൻ ഇന്നിങ്ങനെ പ്രവർത്തിച്ചു, ഒരു പക്ഷേ നാളെ ഇതിനേക്കാളും വലിയ രീതിയിൽ അവൻ പ്രവർത്തിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ നാട്ടിൽ ഒരാളെയും പേടിയില്ലാതെ ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് അയാളാണത്രേ, ഹുസൈനാജി. പക്ഷേ ആ സങ്കല്പം മാറ്റിയെടുക്കണം. അതിനാണ് ഷമ്മാസ് ഒരുങ്ങുന്നത്. അവനെ എൻ്റെ കയ്യിലൊന്ന് കിട്ടണം. പക്ഷേ അവൻ എന്നെ കാണുമ്പോഴേക്കും മുങ്ങുകയാണ് ചെയ്തത്. അല്ലെങ്കിലും ഈ നാട്ടിലെ ആരെയും പേടിയില്ലാത്ത ആൾ അങ്ങനെ മുങ്ങാൻ പാടുണ്ടോ? നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരികയല്ലേ വേണ്ടത്? ഇല്ല, എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും കാര്യത്തിൽ അത്രക്കും അപവാദങ്ങൾ പറഞ്ഞു പരത്തിയ അവനെ വെറുതെ വിടുന്നതിൽ ഒരർത്ഥമില്ല. ഷമ്മാസ് ഭീരുവായി പോവും. ഒരു പക്ഷേ തിരിച്ചൊരടി കൊടുത്തില്ലെങ്കിൽ അവൻ ഇതിനേക്കാളും വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യും. എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കും. ഹേയ്, ഷമ്മാസിനതിനെ കിട്ടില്ല. ഹുസൈനെ എൻ്റെ കയ്യിൽ കിട്ടണം. പക്ഷേ ഹുസൈനാജ് നേരിട്ട് മുന്നിലേക്ക് വരില്ല. അവന് പിന്നിലൂടെയുള്ള ആക്രമണമാണ് അറിയുകയുള്ളൂ. ഇനിയൊരു പക്ഷേ എന്നെ കിട്ടിയാൽ ചതച്ചു കൊല്ലും. അതെനിക്ക് ഉറപ്പുണ്ട്. മരണത്തെ ഷമ്മാസിന് ഭയമില്ല. ധീരനായി മരിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുമ്പായിട്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്ന ചില ആളുകളെ ഒന്ന് വകവരുത്തണം. കൊല്ലണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എങ്കിലും ചെറിയൊരു ശിക്ഷ, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു തടയിടൽ അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് സ്ത്രീകൾ എല്ലാവരും വഴി ആധാരമാകേണ്ടി വരും. അതിനു മുമ്പായിട്ട് ഷമ്മാസ് ഒന്ന് ഇറങ്ങിയേ മതിയാവൂ. ആ ഒരു ആക്സിഡൻറ്റ് എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ നേരെയാണ് അവനത് അഴിച്ചുവിട്ടത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പെൺകുട്ടിക്ക് മാനമര്യാദയോടുകൂടി ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ ഈ നാട്ടിൽ കഴിയില്ലെന്ന് വെച്ചാൽ എന്താണ് റബ്ബേ ഇത്? ഹേയ്, ഇനി അതിനനുവദിക്കരുത്. സമാധാനത്തോടുകൂടി ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതം അത് ആർക്കും ഇവിടെ സാധ്യമല്ല. അയാളുള്ളപ്പോൾ അയാൾക്ക് അങ്ങോട്ട് വേണമത്രേ. നടക്കില്ല. പണ്ടൊക്കെ ഒരു ആചാരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതായത് ആ നാട്ടിലെ രാജാവിനെ, ആ നാട്ടിലെ എല്ലാ പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞ അന്ന് രാജാവിൻ്റെ കൂടെ താമസിക്കണമെന്ന്. എത്ര നീചമായ ആചാരം! അതുപോലെയൊക്കെയാണ് എനിക്കിത് തോന്നുന്നത്. ഇങ്ങനെയും ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർ, ഒരു പെൺകുട്ടികളെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കാത്ത. ഇതിനെല്ലാം തടയിടണം, അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ കണ്ണീര് കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ സമയം ഹുസൈനാജിയും സംഘവും മറ്റൊരു പ്ലാനിങ്ങിലായിരുന്നു. മജീദേ, ഞാൻ പറഞ്ഞത് ഈ അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അതല്ല, ഓൻ്റെ അപ്പുറമുള്ള കൊമ്പന്മാരെ തന്നെ ഞാൻ വീഴ്ത്തിക്കണ്. ഇനിയിപ്പോൾ ഓനപ്പം എൻ്റെ നേർക്ക് എടുക്കണല്ലേ? ആജിയരെ, അന്ന് നിങ്ങളെ മുന്നിക്ക് ഓൻ വന്നില്ലേ? ആ ഒരു സമയത്ത് നിങ്ങൾ അത്ര ധൈര്യം ഉണ്ട് ഇറങ്ങി ചെല്ലേണ്ടതല്ലേ? നിങ്ങളിവിടെ പിൻവാതിലൂടെയാണ് കഴിച്ചില്ലായി. അങ്ങനെയല്ലല്ലോ വേണ്ടിയത്. മജീദ്, ജിന്നെ പഠിപ്പിക്കണ്ട. ഹുസൈനാജിൻ്റെ മുമ്പിൽ എല്ലാവരും തോറ്റിട്ടേ ഉള്ളൂ. ഒരു കുട്ടീനും ജയിക്കാൻ ഞാൻ സമ്മതിക്കൂല. ആചാര്യ നിങ്ങളെ മുന്നിന്ന് വെല്ലുവിളിച്ച് വന്നതല്ലേ, അപ്പം നിങ്ങൾ മുന്നിക്ക് പോകണമായിരുന്നു. മജീദേ, ജിന്നെ പഠിപ്പിക്കല്ലേട്ടോ. എനിക്ക് എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ഞമ്മക്കറിയാം. അല്ലാതെ ജിന്നെ വല്ലാതെ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട. മുതലാളി, ഞാൻ കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുതലാളിനെ വിളിക്ക്, അതാണ് എന്നോട് പറഞ്ഞതേ. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലായില്ലേ?
ലാസ്റ്റ് എൻ്റെ നേർക്ക് എടുക്കുന്ന ഞാൻ പേടിച്ചു. ഭാഗ്യത്തിന് എന്നൊന്നും കാട്ടിയില്ല. നിങ്ങളോടുള്ള ദേഷ്യമൊക്കെ ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂല. ഓനേതാ കൊമ്പൻ. ഇന്നെക്കാളും വലിയൊരു കൊമ്പൻ ഇവിടെ വേണ്ട. ഒന്നേ ഉള്ളു ഇവിടെ, ഹുസൈനാജി. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഏയ് അത് ഞാൻ സമ്മതിക്കൂല. അത് ഇത്ര പോന്നൊരു പീക്കിരി പയ്യൻ. ആചാര്യ ഓന് വയസ്സ് കുറവെന്നേ ഉള്ളൂ. ഓൻ്റെ ആരോഗ്യത്തിനും ശക്തിക്കൊന്നും യാതൊരു കുറവുമില്ല. ഓൻ വന്ന വരവ് നിങ്ങൾ കണ്ടിക്കണോ? അങ്ങനത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ വഴി വേറുണ്ട്. നേരിട്ട് പറ്റൂലെങ്കിലും ഓലെ ചതിയിലൂടെ കീഴ്പ്പെടുത്തണം. അതേ നടക്കുള്ളൂ. പക്ഷേ ഷമ്മാസിനോട് ഏറ്റുമുട്ടാൻ ഹുസൈനാജിൻ്റെ ഗുണ്ടകൾക്കെല്ലാം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 2 വണ്ടിക്ക് ആളെ വിട്ടിട്ട് എല്ലാവരെയും തുരത്തിയതാണ് അവന്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ മിണ്ടാട്ടമില്ലായിരുന്നു. എന്താ നിങ്ങൾക്കൊക്കെ ഒരു മൂളം ഒരു മടി? അത് ആചാര്യ അതേ ഓന് ചില്ലറ സാധനമൊന്നുമല്ല. 2 തൂക്കി എറിഞ്ഞിക്കാണ് ചെയ്തിക്കണത്. ഇത്ര പേടിത്തൊണ്ടന്മാരായല്ലോ നിങ്ങൾക്ക് എന്തിനാണ് ഞാനിങ്ങനെ ഈ പൈസ തരുന്ന നിങ്ങളെ വളർത്തുന്നത്? നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എൻ്റെ ഭാഗത്തുനിന്ന്? ഞാൻ നിങ്ങൾക്ക് വാരി കോരി തരുന്നുണ്ടല്ലോ. ആ കൊടുക്കണ വല്ല പട്ടൽക്കും കൊടുത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു നന്ദിയെങ്കിലും ഉണ്ടാവേനു. വല്ലാത്തൊരു പേടിത്തുറികൾ. ആചാര്യ നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ഗുണ്ടായുസത്തിനും നമ്മൾ തയ്യാറാണ്. അതിൻ്റെ മുമ്പ് നിങ്ങൾ വണ്ടി ആക്സിഡൻ്റായ രീതിയിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുള്ള തന്ത്രം പൂർവ്വം പെരുമാറിയപ്പോൾ റെഡിയായില്ലേ? അങ്ങനെ നടക്കും. അല്ലാതെ ഇവനോട് നേരിട്ടൊരിക്കലും കഴിയൂലട്ടോ. ഞങ്ങളുള്ള കാര്യം പറയാണ്. നേരിട്ടാണ് അവനക്ക് കൊടുക്കേണ്ടത്. നേരിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അവനെ പിന്നിലൂടെയെങ്കിലും ആക്രമിക്കണം. അല്ലാതെ ഓൻ എന്നെ വളരാൻ സമ്മതിക്കൂല. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കൂല. ഓൻ ഇവിടെ ഉള്ളിടത്തോളം കാലം. അതുകൊണ്ട് ഓനൊന്ന് ഒതുക്കണം. അതിനു വേണ്ടി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യപ്പെടുന്നത് അത് എന്നെ അങ്ങോട്ട് തരും. എന്തിയേ മുതലാളി, ഞങ്ങൾ നോക്കിക്കോളാം, ശ്രമിച്ചോളാം. പക്ഷെ ഓനെ നേരിട്ട് പറ്റൂല. ഓനെ പിന്നിലൂടെ ആക്രമിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത്രക്കും ഭീരുക്കളായി പോയല്ലോ നിങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതേ ഓന് ആൾ വിചാരിച്ച പോലല്ല. ഓനക്ക് 4 ആളെ ശക്തിയാണ്. എന്തൊക്കെ തന്നെ ആയാലും വേണ്ടില്ല, പിന്നിലൂടെ ആക്രമിക്കുകയാണെങ്കിലും നേരിട്ടാണെങ്കിലും ശരി ഓനെവിടെ തുടരാൻ സമ്മതിക്കരുത്. അന്ന് ആക്സിഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു അപകടം ഉണ്ടാക്കി തീർത്തില്ലേ? അതുപോലെ എന്തെങ്കിലും ചതിയിലൂടെ കീഴ്പ്പെടുത്താനേ ഓനെ കഴിയുള്ളൂ. അല്ലാതെ നേരിട്ടൊരിക്കലും കയ്യൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹുസൈനാജി തറപ്പിച്ചു പറഞ്ഞു. ആചാര്യ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും റെഡിയാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലും ഞങ്ങൾ മുന്നിട്ടിറങ്ങാറുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഹുസൈനാജിയും ഷമ്മോസും ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം മറ്റൊന്നുമല്ല, ഹുസൈനാജിയെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ വേണ്ടി ഷമ്മാസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഹുസൈനാജിയും ഒരുങ്ങിയിരിക്കുകയാണ്. ഷമ്മാസിന് തൻ്റെ മാനനഷ്ടത്തിന് അത് വല്ലാത്തൊരു വേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളോട് പകരം ചോദിക്കണം എന്നുള്ള വാശിയിലാണ്. പലരും ഷമ്മാസിനെ ആദ്യം തെറ്റിദ്ധരിച്ചു. എങ്കിലും പിന്നീട് എല്ലാവരും അവനോട് വന്ന് മാപ്പ് പറയുകയാണ് ഉണ്ടായത്. ഞങ്ങളും വിചാരിച്ചു ഇത്രയ്ക്കും നല്ല ദീനിയായി നടക്കുന്ന ഒരു ചെക്കനെ അവനിപ്പോൾ എങ്ങനെ ചെയ്യോ എന്നൊക്കെ. പിന്നീട് ഞങ്ങൾ ആ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടപ്പോൾ ശരിക്കും നിന്നെ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചതിൽ ഖേദിച്ചു പോയി. ഹേയ് അതൊന്നും സാരല്ല. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് വരുത്തി തീർത്താൽ എന്തായാലും പടച്ച റബ്ബിൻ്റെ അടുക്കലുണ്ടല്ലോ തെളിവ്. ഇനിയിപ്പോൾ ആ CCTV ദൃശ്യം ലഭ്യമല്ലെങ്കിലും അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലേ. ഈ ദുനിയാവരില്ലേ അങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം നടക്കുള്ളൂ. എന്നിട്ട് മറ്റൊരാളുടെ പേരിൽ കെട്ടിച്ചമക്കലൊക്കെ. പടച്ച റബ്ബുണ്ടാകുമ്പോൾ എന്തിന്? എനിക്ക് പടച്ച റബ്ബിനെ ഭയന്നാൽ മതി, മറ്റൊരാളെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഷമ്മാസിൻ്റെ ആ വാക്കുകൾ അത് വളരെയധികം ഗൗരവമുള്ളതായിരുന്നു. ഈ സമയം അസ്കറിൻ്റെ ഉമ്മയുടെ മനസ്സിൽ അത് എങ്ങനെയെങ്കിലും ഷിഫയെ അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. പലതവണ അത് മോനോട് പറയുവാൻ വേണ്ടി ശ്രമിച്ചു. ആദ്യം ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് എന്ത് സംഭവിക്കും എന്നറിയാതെ. പക്ഷേ ഇപ്പോൾ ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞപ്പോൾ കൂടുതലായിട്ട് അതിനോടൊരു താല്പര്യം തോന്നാണ്. എന്താണെന്നറിയില്ല, നല്ലൊരു കുട്ടി തന്നെയാണ് അവളെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാഗ്യമായിരിക്കും. പിന്നെ അതുമല്ല, കുറച്ച് തൻ്റെയായിട്ടുള്ള കുട്ടികളെ വേണം എൻ്റെ മോൻക്ക് ഭാര്യയായിട്ട്, അല്ലാതെ ശരിയാവില്ല. പാവത്തിങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അവളാണ് ശരിക്കും പെൺകുട്ടി. ഉമ്മയും മോനും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഈ കാര്യം അവനോട് പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മോനെ, ഞാനന്ന് നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ ഉമ്മ, എന്തായിരുന്നു? അല്ലേ മോനെ, കല്യാണത്തിൻ്റെ കാര്യം തന്നെ. അത് നമുക്ക് വേഗം ഇനി നടത്തിയാലോ? ഇനിയിപ്പോൾ അധികം താമസിപ്പിക്കൊന്നും വേണ്ട.
കാരണം ഓരോന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വരിക ഒന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ബാപ്പാനെ തന്നെ എനിക്ക് പേടിയാണ്. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അപകടം വരുത്താൻ സ്വന്തം ബാപ്പാണെങ്കിൽ പോലും ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ അതെനിക്ക് വലിയ വിശ്വാസമില്ലായൊന്നുമില്ല. കാരണം ഒന്നിനും മടിക്കാത്തതാണ്. ഇനിയിപ്പോൾ എൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് തീരെ അടങ്ങി നിൽക്കില്ല. അതിനു മുമ്പായിട്ട് എൻ്റെ കുട്ടീൻ്റെ നിക്കാഹ് ഒന്ന് കഴിയണം. ഉമ്മ, നിങ്ങൾ എന്ത് പറയുന്നത്? അല്ല മോനെ, ഞാൻ ഒരു കാര്യം നിന്നോട് ആത്മാർത്ഥമായി പറയാണ്. എൻ്റെ മോനെ തട്ടിക്കളയരുത്. ഉമ്മ, എന്താണ് നിങ്ങൾ പറയോ? ഉമ്മ, എന്തായാലും എന്നോട് പറയണം. നിങ്ങളുടെ മനസ്സിലൊന്നും വെച്ച് നിൽക്കരുത്. എനിക്ക് ഉമ്മയായിട്ടും ബാപ്പയായിട്ടും എനിക്കിപ്പോൾ ഉമ്മയേ ഉള്ളൂ. കാരണം ഒരു കാര്യം എനിക്ക് വേറെ ആരോടും പറയാനില്ല. ഉമ്മ പറയോ? മോനെ, എൻ്റെ മോൻ പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഉമ്മ, പെട്ടെന്നെന്ന് പറഞ്ഞാൽ അത് ഞമ്മക്കൊന്നും പെണ്ണ് കിട്ടൂലമ്മ. എങ്ങനെ കിട്ടാനാ? ഹേയ്, ഒരിക്കലും. എന്തൊക്കെ തന്നെയായാലും ആളുകളെല്ലാം വിശ്വസിക്കും. കാരണം ഓൻ്റെ ബാപ്പ അങ്ങനെയാണ്. ഓൻ്റെ ബാപ്പ പെണ്ണ് പിടിയാനാണ്. ഓൻ്റെ ബാപ്പ അത്തരം ചതികൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ കിട്ടാനോ ഉമ്മ? മോനെ, അത് ഞാൻ പറയാം. മോനെ ഷിഫിയെ കല്യാണം കഴിക്കണം. അത് കേട്ട് അസ്കർ ഞെട്ടിപ്പോയി. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? അവരൊക്കെ അവരുടെ മോളെ നല്ല രീതിയിൽ വളർത്തുന്നതാണ്. ആകെ ഒരു മോനും മോളും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരു കെട്ടിച്ചു തരുമോ ഉമ്മ? നമ്മളെ ഫാമിലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ്? അസ്കറിൻ്റെ മനസ്സിൽ ആദ്യമേ ഷിഫിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ ഇത് ശരിക്കും പറഞ്ഞപ്പോൾ അസ്കറിന് എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മ, എനിക്ക് സമ്മതമാണ് അവളെ കല്യാണം കഴിക്കാൻ. ഞാൻ കഴിച്ചോളാം, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമുണ്ട് അവളോട്. അത് കേട്ടപ്പോൾ ഉമ്മക്ക് നല്ല സന്തോഷമായി. ഉമ്മ പടച്ചവനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, എൻ്റെ കുട്ടി സമ്മതിച്ചല്ലോ. ഉമ്മ, സമ്മതം ഒക്കെ ശരി തന്നെയാണ്. എനിക്ക് ഇഷ്ടമാണ് അവളെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ. അത് എനിക്ക് താല്പര്യവുമാണ്, എനിക്കിഷ്ടവുമാണ്. പക്ഷേ മോനെ, എന്താടാ ഒരു പക്ഷേ? ഉമ്മ, അത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ നടക്കാനാണ്? അവരെങ്ങനെ നമുക്കത് തരുമോ? കാരണം നമ്മുടെ സ്ഥിതിഗതികൾ അങ്ങനെയല്ലേ മോനെ. അത് മാത്രമല്ലല്ലോ നമുക്ക് പ്രശ്നം. അല്ലാതെ തറവാടിൻ്റെ കാര്യത്തിലോ സമ്പത്തിൻ്റെ കാര്യത്തിലോ സ്വത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഇല്ലല്ലോ. എൻ്റെ മോനാണെങ്കിൽ ദീനിയായി നടക്കുന്നൊരു കുട്ടി. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് നല്ല ജോലിയും കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള ഷോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടിക്ക് പെണ്ണ് കിട്ടാതെ നിൽക്കൂല. അവർ സമ്മതിക്കുമായിരിക്കും. ഉമ്മ, നിങ്ങൾ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട്. പക്ഷേ അതൊന്നുമല്ല നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ. അത് വലിയ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഏതൊരു പെണ്ണും വന്ന് കയറുന്നത് നമ്മുടെ തറവാട്ടിക്കല്ലേ. നമ്മുടെ ഉപ്പയുടെ സ്വഭാവം അതെങ്ങനെ ശരിയാവുമോ? മോനെ, അതൊന്നും സാരമില്ല. എൻ്റെ കുട്ടി ദാ ഈ വീട്ടിക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവാ. നിക്കാഹ് കഴിച്ചിട്ട് അവളെ ഞാൻ കൈപ്പിടിച്ച് കയറ്റിക്കൊള്ളാം. പോരെ നിനക്ക്? എന്തിനാണ് വലിയ സ്വത്തും മുതലും സമ്പാദ്യവും വലിയ വീടും കൊട്ടാരം പോലത്തെ വീടും 4-5 വാഹനങ്ങളും? അതൊക്കെ എന്തിനാണ്? സമാധാനമല്ലേ നമുക്ക് വേണ്ടത്? ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ ബാപ്പ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിന് അല്പം ഒരു ആശ്വാസമുണ്ട്. കാരണം ഷമ്മാസിന് അങ്ങനെ ഒരു പറ്റിൽ പറ്റിയപ്പോൾ അവനിപ്പോൾ അയാളുടെ നേർക്ക് പോയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിന് കുറച്ചൊരാശ്വാസമുണ്ട്. കാരണം അതിനെ ഒന്ന് എതിർക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉമ്മ, ശരിയാണ്. ഷമ്മാസിനെങ്കിലും ആ ധൈര്യം പഠിച്ചവൻ കൊടുത്തല്ലോ. അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഉമ്മ, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമുണ്ടോ എന്തോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം മോനെ, നീ പറഞ്ഞിരുന്നോ? ഉമ്മ, ഞാനൊരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നോ? അങ്ങനെയല്ല, മറ്റൊരു രീതിയിൽ സൂചിപ്പിച്ചിരുന്നോ? മനസ്സിലാകുന്ന കുട്ടികൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അവളൊന്നും മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടുമ്മ വേണ്ട, അത് ചോദിക്കേണ്ട വെറുതെ. നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിലും ആരും ഇഷ്ടപ്പെടാൻ എന്നെയൊക്കെ എന്തുണ്ടായിട്ടും എന്താ? ബാപ്പാൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയില്ലേ. പിന്നെ മക്കൾക്ക് ഇങ്ങനെ കല്യാണമൊക്കെ ശരിയാവുമോ? എൻ്റെ മോൻ ആ ഒന്നും വിഷയമാക്കല്ലേ. നമുക്ക് അവളോട് ചോദിച്ചു നോക്കാം. ഹേയ് വേണ്ടുമ്മ, ഒരിക്കലും വേണ്ട. അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. എന്തിനാണ് നമ്മളെ ഈ വീട്ടിലേക്ക് എണിയിലേക്ക് അവളെയും കൊണ്ടുവന്ന് ചാടിക്കുന്നത്? ഒരിക്കലും ഉപ്പാൻ്റെ മോൻക്ക് പെണ്ണ് കിട്ടൂല നല്ലതൊന്നും.
അത് അവരുടെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് വെറുതെ ഉമ്മ നാണം കെടാൻ നിൽക്കണ്ട. മോൻ്റെ ഈ ദയനീയാവസ്ഥ കണ്ട് ശരിക്കും അസ്കറിൻ്റെ ഉമ്മാക്ക് സങ്കടം വരികയാണ് ഉണ്ടായത്. പഠിച്ചോനെ, ബാപ്പാർക്ക് ഇങ്ങനെ സ്വഭാവമൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കൾക്ക് പെണ്ണും കിട്ടൂല എന്നുള്ളത് പാവൻ്റെ കുട്ടി ഒരുപാട് അനുഭവിച്ച ചെറുപ്പം മുതൽ തന്നെ ഇപ്പോഴും ഇതാ എൻ്റെ കുട്ടി അനുഭവിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു പെണ്ണിൻ്റെ കാര്യം അല്ലാ ഹയറാണെങ്കിൽ നീ അത് കൊണ്ട് റഹ്മാനെ, അല്ലാതെ ഇപ്പോൾ എന്താ ഞാൻ പറയുക. പക്ഷെ അവരോട് ചോദിക്കുന്നത് ഒട്ടും ശരിയല്ല. ശരിയാണ് എൻ്റെ മോൻ പറഞ്ഞത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പേടിച്ച് നിൽക്കാമെന്നും ഞങ്ങളെ കുട്ടീനെ കിട്ടൂല എന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ അവർ പറയാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ സഹായങ്ങൾ ചോദിച്ചിപ്പോൾ ലാസ്റ്റ് അവളെയും ചോദിക്കുന്ന അവസ്ഥയാണോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. തൽക്കാലം ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ച് മിണ്ടാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ അസ്കറിൻ്റെ മനസ്സിൽ ഷിഫയുടെ ആ മുഖം നന്നായിട്ട് പതിഞ്ഞിരുന്നു. ഉമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരിക്കലും അവൻ്റെ മനസ്സിൽ നിന്ന് അത് ഒഴിച്ചുവിടാൻ പറ്റുന്നതായിരുന്നില്ല. അത് ഇടയ്ക്കിടെ അവൻ ഓർക്കും, ഹേയ് ആലോചിച്ചിട്ട് കാര്യമില്ല, എനിക്കൊന്നും അവളെ കിട്ടൂല. എങ്ങനെ കിട്ടാൻ? അതൊക്കെ വെറുതെ എൻ്റെ വ്യാമോഹങ്ങൾ മാത്രം. അല്ലെങ്കിൽ പിന്നെ ഷിഫയോട് ശരിക്കൊന്ന് ഇഷ്ടം തുറന്നു പറയണം. ആ ഒരു ഇഷ്ടം അവൾ അംഗീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതല്ല അവൾ അത് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ, അതിന് മറുപടി ഒന്നും തന്നില്ലെങ്കിൽ പിന്നീടൊരിക്കലും ഞാൻ ആ ഒരു പേരും പറഞ്ഞ് അവളുടെ പിന്നാലെ പോകില്ല. അത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ല. കാരണം അത്രയ്ക്ക് മോശമാണ് അത്. ഒരു പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും പിന്നാലെ പോകുന്നത് ഒട്ടും ശരിയല്ലല്ലോ. നുസൈബയെ ഇന്ന് റൂമിലേക്ക് മാറ്റുകയാണ്. ഇതുവരെ ICUവിലായിരുന്നു അവൾ. പക്ഷെ ഷമ്മാസ് പിന്നീട് ഹോസ്പിറ്റലിൽ വരാത്തതിൽ ഉമ്മാക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. മോളെ റൂമിലേക്ക് മാറ്റുകയാണ് എന്നറിഞ്ഞപ്പോൾ ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞു, എന്തായാലും അൽഹംദുലില്ലാ റൂമിലേക്ക് മാറ്റുകയാണല്ലോ, എന്നാൽ ഇനി ഞാൻ വീട്ടിലേക്ക് പോട്ടെട്ടോ. പിന്നെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. എന്ത് ക്യാഷിൻ്റെ ആവശ്യമുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ അറിയിക്കണം. എന്തായാലും എനിക്ക് സമാധാനമായിപ്പോൾ. മറ്റേതാകെ ബേജാറായിരുന്നു. എന്തായാലും എൻ്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ, അത് മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോടായിട്ട്. നുസൈബയുടെ ഉമ്മയോടാണ് ഷമ്മാസിൻ്റെ ഉമ്മ അത് പറയുന്നത്. എൻ്റെ കുട്ടീൻ്റെ അടുത്തുനിന്ന് ഓരോ തെറ്റ് പറ്റി അങ്ങനെയൊക്കെയാണല്ലോ എന്തെല്ലാം പ്രചരിച്ചതും ഇതൊക്കെ. സത്യങ്ങൾ ആരും മനസ്സിലാക്കിയില്ല, ആരും ചോദിച്ചതുമില്ല. അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടി കുറച്ച് വിഷമം അനുഭവിച്ചു. എൻ്റെ കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അവന് ഹോസ്പിറ്റലിലേക്ക് വരാത്തത്. അല്ലാതെ അവളോട് ഇഷ്ടമില്ലായിട്ടോ സ്നേഹമില്ലായിട്ടോ ഒന്നുമല്ല. ഇനിയിപ്പോൾ ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്തോളൂ. കാരണം ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് അവളെ പിടിച്ചു പറിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് എൻ്റെ മോൻക്ക് കെട്ടിച്ചു തരികയാണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായി. അതല്ല നിങ്ങളിനി എൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചാൽ ശരിയാവില്ല, ബുദ്ധിമുട്ടാണ്, ആദ്യത്തെ കാര്യം തന്നെ അങ്ങനെയായിരുന്നു, ഇനിയും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നാലും എനിക്ക് അൽഹംദുലില്ലാ റാഹത്താണ്. എൻ്റെ കുട്ടി ജയിച്ചല്ലോ നല്ല റാങ്കോട് കൂടി. അവളിനി അവളുടെ ഇഷ്ടം പോലെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ, വേറെ വിവാഹം കഴിച്ച്. അതല്ല എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് മോൻ്റെ പെണ്ണായിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ 2 കൈകൾ നീട്ടി അവളെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് എൻ്റെ നുസൈബയെ. എൻ്റെ മരുമകളായിട്ട് തന്നെ എൻ്റെ മരണകാലം വരെ അവളെ എനിക്ക് കാണണം. അതാണ് എനിക്ക് ആഗ്രഹം. ആ ഉമ്മ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. നുസൈബയുടെ ഉമ്മ ഒന്നും പറഞ്ഞില്ല അതിന്. ഇൻഷാ അല്ലാ വിധി ഉണ്ടെങ്കിൽ പഠിച്ചവൻ്റെ വിധി പോലൊക്കെ വരും. അല്ല അപ്പം എന്ത് ചെയ്യുക അല്ലാ. കാരണം ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ അവൾ ജീവിക്കുകയാണെങ്കിൽ തന്നെ മറ്റേ ജീവിക്കാൻ സമ്മതിക്കോ അതൊന്നും അറിയില്ല. പിന്നെ ഓൻ്റെ നേർക്കല്ലേ ഇപ്പോൾ അയാളെ കാട്ടിക്കൂട്ടിലൊക്കെ ഹുസൈനാജി എന്ന് പറഞ്ഞ അയാളെ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ മോളെങ്ങാനും കെട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായാലും വെച്ചക്കൂല, 2 ശരിയാക്കും, അത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, കല്യാണത്തിന് വേണ്ടി ഒക്കെ ഒരുങ്ങാന്ന് കണ്ടപ്പോഴാണ് അയാൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. ഇനിയിപ്പോൾ ഞങ്ങളെ മോളെ അങ്ങോട്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മോൾക്ക് പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും ജീവിതം. എന്തൊക്കെ തന്നെയായാലും ഇനി നോക്കാം, നമുക്ക് വിധി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. അല്ലെങ്കിൽ എൻ്റെ മോൾ ഇനി പഠിച്ചോട്ടെ, കല്യാണമൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം, അതായിരിക്കും നല്ലത്. ആ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസിൻ്റെ ഉമ്മ ഞെട്ടിപ്പോയി. ആ ഉമ്മക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ.
എൻ്റെ കുട്ടീൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നിങ്ങളെ കുട്ടി സുരക്ഷിതമായിരിക്കും. നിങ്ങളെ മോനെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവരൊരുമിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് കുശുമ്പായി കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടീൻ്റെ ജീവൻ വരെ അപകടത്തിലാവും. കാരണം ഞങ്ങളെ കുട്ടീനെ ഇപ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. എങ്ങനെ എനിക്കറിയില്ല. പഠിച്ചോനെ, കയ്യും കാലം കുഴഞ്ഞ് പ്രഷർ കുറഞ്ഞ് ആകെ വിഷമത്തിലായിരുന്നു ഞാനും ഓളൊപ്പയും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ. എന്താ ഇപ്പോൾ സ്ഥിതി? എന്തായിരിക്കും? അന്നത്തോടു കൂടി എല്ലാ പൂതിയും കണ്ട് കഴിഞ്ഞു. ഇനി എൻ്റെ മോൾ എന്താ പറയണത് അതിനനുസരിച്ചേ ഞങ്ങൾ നിൽക്കണുള്ളൂ. മോള് പറഞ്ഞാലും ഞങ്ങൾ താക്കീത് നൽകും. മോളെ ജീവൻ അപകടത്തിലാകുന്ന കേസാണ് അത്, അതിൻ്റെ കുട്ടി നിൽക്കണമെന്ന് ഞങ്ങൾ ചോദിക്കും. അതിനനുസരിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളൊന്നും പറയണില്ല. ഷമ്മാസിൻ്റെ ഉമ്മയുടെ ആ ആഗ്രഹങ്ങൾ നടക്കുമോ അതോ ഇല്ലാതാകുമോ? ആ ഉമ്മ മനസ്സിലേറെ സൂക്ഷിച്ച തൻ്റെ പ്രിയപ്പെട്ട നുസൈബ ആ ഉമ്മയുടെ മരുമകളായി വീട്ടിലെത്തുമ്പോൾ അവളെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റുവാൻ ആ ഉമ്മ വളരെയധികം കൊതിച്ചിരുന്നു. ഒരു പക്ഷേ എന്തൊക്കെയായിരിക്കും വിധി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നുസൈബയുടെയും ഷമ്മാസിൻ്റെയോ മനസ്സ് ഇനി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. ഉമ്മാക്ക് ശരിക്കും നല്ല രീതിയിൽ സങ്കടമുണ്ടായിരുന്നു. പഠിച്ചവനെ ആഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ച ആ ഒരു പെണ്ണ്, അവളെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ പഠിച്ചവനെ, ആരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത്? തൊട്ടടുത്ത് എത്തിയെന്ന് കാണുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പ്രയാസത്തിലാകുന്ന ഓരോ കാര്യങ്ങൾ മുന്നിലേക്ക് വരിക. എന്താ റബ്ബ് ഇതിനൊരു പരിഹാരം? എത്രയെത്ര ദിവസങ്ങളായി ഇതിനു വേണ്ടി കൊതിക്കുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പഠിച്ചോനെ, ഇയാൾക്കെന്താ പഠിച്ചോനെ പേടിയില്ലേ? ആളുകൾ എന്തിനെങ്ങനെ ഉപദ്രവിക്കണേ? എൻ്റെ കുട്ടിക്കും പറ്റി അങ്ങനെ ഒരു അപകടം. ഇപ്പോഴിതാ ഓൻ്റെ പെണ്ണിനും. എൻ്റെ കുട്ടി അത്രക്കും മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു നുസൈബയെ. അല്ലാ, അവരുടെ മനസ്സിലെ യാതൊരു രീതിയിലുള്ള വെറുപ്പും ഉണ്ടാവരുതേ. അവർ ഒരുമിക്കണേ റബ്ബേ. അതുതന്നെയാണ് ആ ഉമ്മ ആഗ്രഹിക്കുന്നതും. നുസൈബയെ അതാ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുന്നു. ഷമ്മാസിൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, എന്നാൽ ഉമ്മ ഇന്ന് പോട്ടെട്ടോ. പടച്ച റബ്ബ് രക്ഷപ്പെടുത്തിയല്ലോ, അത് മതി. എന്തുണ്ടെങ്കിലും വിളിക്കണം ഉമ്മാക്ക്. എന്നാൽ ഉമ്മ ഇറങ്ങട്ടെ. നുസൈബയുടെ കൈ അതാ ആ ഉമ്മ പിടിക്കുന്നു. നുസൈബ ആ ഉമ്മയുടെ കൈ മുറുകെ പിടിക്കുന്നു. ഉമ്മ, നിങ്ങൾ പോവുകയാണോ? അതെ മോളെ, ഇനി പോട്ടെ. കുറച്ച് ദിവസമായില്ലേ ഇവിടെ. എന്നാലും അൽഹംദുലില്ലാ, ഇനിയിപ്പോൾ 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമല്ലോ. പിന്നെ എൻ്റെ മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എൻ്റെ കുട്ടിക്ക് നല്ല റാങ്കൊക്കെ കിട്ടി. അൽഹംദുലില്ലാ, എനിക്ക് വല്ലാത്ത സന്തോഷമായി. എൻ്റെ മോളിന് നല്ല രീതിയിൽ പഠിക്കണം, പഠിച്ച് ഡോക്ടറാകണം, ഡോക്ടർ നുസൈബയായി ഇറങ്ങണം. അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഉമ്മ ആഗ്രഹിച്ചതൊന്നും ഇനി ഉമ്മക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നുസൈബക്ക് അത് കണ്ട് വല്ലാത്ത സങ്കടം. ഉമ്മ എന്തിനാ കരയുന്നത്? എന്താ ഉമ്മ കരയുന്നത്? നുസൈബയുടെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകളൊന്നും ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞില്ല. എൻ്റെ മോളും ഇങ്ങളെ മോനും കൂടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹുസൈനാജി അവരെ ജീവിക്കാൻ സമ്മതിക്കൂല, അവരെ നല്ല രീതിയിൽ നടക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് സൂക്ഷിച്ച് ചെയ്യല്ലേ നല്ലത്. നമ്മളെ മക്കളെ ഭാവിയല്ലേ നമുക്ക് വലുത് എന്നുള്ള ആ ഒരു വാക്ക് ഉമ്മയുടെ നെഞ്ചിൽ വല്ലാതെ അങ്ങ് തറച്ചിരുന്നു. ശരിയാണ്, പറയുന്നതിലും കാര്യമുണ്ട്. കല്യാണം അവരുടേത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അയാൾ ഒന്നിനും മടിക്കില്ല. ഒരു പക്ഷേ അവൻ്റെ ജീവൻ അപകടത്തിലാവും, അല്ലെങ്കിൽ അവളുടെ ജീവൻ. ഉമ്മമാർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കളുടെ ഭാവിയാണ്, അവരുടെ ജീവിതമാണ്. അവരുടെ ജീവിതം വെച്ചുള്ള ഒരു കളിക്കും അവർക്ക് തയ്യാറല്ലാത്ത രീതിയിലായിരുന്നു. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, മക്കൾ ജീവനോടുണ്ടായാൽ അവർക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. എന്നാൽ തന്നെ പഠിച്ചവനെ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ജീവനെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയായിരിക്കും. ഷമ്മാസിൻ്റെ ഉമ്മാക്കും നല്ല സങ്കടമുണ്ടായിരുന്നു. അതെ, താൻ ഏറെ ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട നുസൈബ തൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വരാൻ അവർക്ക് സമ്മതം മൂളാൻ പ്രയാസമാണ് എന്നറിഞ്ഞപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചു. അല്ലെങ്കിലും പഠിച്ചവനെ ഒരുപാട് ആഗ്രഹിക്കരുത്.
ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഷമ്മാസും നുസൈബയും അറിയുന്നേയില്ല. പക്ഷേ ഷമ്മാസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഭീരുവിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധീരനായി മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷമ്മാസ് എങ്ങനെയെങ്കിലും നുസൈബയെ സ്വന്തമാക്കും എന്നുള്ള കാര്യം അത് ഷമ്മാസ് ഉറപ്പിച്ചതാണ്. എൻ്റെ ജീവൻ പോയാലും എനിക്ക് പേടിയില്ല. എന്തിന് ഭീരുക്കളെ പോലെ ജീവിക്കണം? അതിനേക്കാൾ നല്ലത് ധീരനായി മരിക്കുന്നതല്ലേ. ഷമ്മാസിൻ്റെ മനസ്സിൽ ഹുസൈനാജിയോടുള്ള ദേഷ്യവും നുരഞ്ഞു പൊന്തുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയെടുക്കണം എന്ന് ചിന്തിക്കുന്നുമുണ്ട് ഷമ്മാസ്. പക്ഷെ മുന്നിലേക്ക് വരാൻ ഹുസൈനാജിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഷമ്മാസ് പിന്മാറുകയാണ് ഉണ്ടായത്. പക്ഷേ ചതിയിലൂടെയുള്ള ആ പ്രവൃത്തി അവനക്ക് ഇഷ്ടമല്ല. ഹുസൈനാജിയെ നേരിട്ട് തോൽപ്പിക്കണം, അതാണ് ഷമ്മാസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷമ്മാസിൻ്റെ കൈ വിറക്കുകയാണ്. അയാളെ രണ്ട് കൊടുത്തിട്ട് അയാൾ ചെയ്ത ദുഷ്പ്രവൃത്തികളെല്ലാം എണ്ണി എണ്ണി പറയിപ്പിക്കണം. ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയിപ്പിക്കണം. അതാണ് ഷമ്മാസ് ആഗ്രഹിക്കുന്നത്. ഹുസൈനാജിയെ കയ്യിൽ കിട്ടിയാൽ ഒരു വിധത്തിലാക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ഹിജാബിയെ നിക്കാഹ് കഴിച്ചുകൊണ്ട് അയാളുടെ മുന്നിലൂടെ നടക്കണം. ആ ഒരു വാശിയിലാണ് ഇപ്പോൾ ഷമ്മാസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.